നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് ഓയിലും കെമിക്കൽ പ്രോഡക്ട്സും വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അതിനു പകരം വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നേച്ചുറൽ ഓയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു തരത്തിലുള്ള കെമിക്കൽസും ചേർക്കാതെയാണ് ഈ ഓയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 3 മാസം 4 മാസമായ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ടുള്ള ഒരു ഓയിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. ഞാനിവിടെ 2 ക്യാരറ്റും ഒരു ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കേട്ടോ ഇത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർത്താൽ നമ്മളുടെ ഓയിൽ ഒട്ടും നന്നാവില്ല. അപ്പം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ദാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി എടുക്കാം കേട്ടോ. ചീനച്ചട്ടി നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം. ആദ്യമേ അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ചൂടാക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മൾ അരച്ച് വെച്ച ബീട്രൂട്ടും ക്യാരറ്റും ചേർക്കുമ്പോൾ മുരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 500 വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി ചെറിയ തിള വരാൻ തുടങ്ങുമ്പം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം വെളിച്ചെണ്ണയ്ക്ക് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇനി ചൂടാവുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയ്ക്ക് കളറ് മാറി വരും. ബീട്രൂട്ടും ക്യാരറ്റും സ്കിന്നിന് ഒരുപാട് നല്ലതാണ്. ഇവയിലുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കി സൂക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ നാച്ചുറൽ ഗ്ലോ നൽകാനും സഹായിക്കും. ഈ ഓയിൽ വലിയവർക്ക് മാത്രമല്ല കേട്ടോ, കുട്ടികൾക്കും വളരെ നല്ലതാണ്. ഞാനിപ്പം ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്താൽ സോഫ്റ്റ് ആകാനും അതുപോലെ ഹെൽത്തി ആയിട്ട് നിലനിർത്താനും സഹായിക്കും. ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള കെമിക്കൽസും ചേർക്കുന്നില്ല. കംപ്ലീറ്റ്ലി നാച്ചുറലായ ഓയിലാണ് ഇത്. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ഉപയോഗിക്കാം. 3 മാസം 4 മാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ പുറത്തു നിന്നും ഒരുപാട് കെമിക്കൽസ് ഉള്ള പ്രോഡക്റ്റ്സ് വാങ്ങി ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലെ നാച്ചുറലായി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ഓയിലാണ് കൂടുതലായിട്ടും നല്ലത്. ഇത് റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ സ്കിന്നിന് നല്ല ഹെൽത്തിയും ഗ്ലോയും കിട്ടും. അതുമാത്രമല്ല ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും സഹായിക്കും കേട്ടോ. ഡ്രൈ സ്കിന്നൊക്കെ ശരിയാക്കി എടുക്കാനും സാധിക്കും. അതുകൊണ്ടാണല്ലോ ഒരുപാട് ആളുകൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസും അതുപോലെ ക്യാരറ്റ് ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട്, അതുപോലെ ഉപ്പേരി വെച്ച് കഴിക്കുന്നുണ്ട്. അതെല്ലാം നല്ലതാണ് കേട്ടോ. എണ്ണ ചൂടാവുന്നതിനനുസരിച്ച് ഏകദേശം നമ്മളുടെ ഓയിലിൻ്റെ ആ ഒരു കളറൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഞാൻ ഈ ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. നമ്മൾ സാധാ വെളിച്ചെണ്ണ, അതായത് എൻ്റെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഒരു ഓയിൽ തയ്യാറാക്കിയെടുക്കുന്നത്. ഞാൻ എപ്പം ഈ ഒരു ഓയിൽ തയ്യാറാക്കിയെടുക്കുകയാണെങ്കിലും വെളിച്ചെണ്ണയിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാറ്. അപ്പം നമ്മുടെ ഓയിൽ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അതുമാത്രമല്ല ഈ ഒരു ഓയിൽ റെഡിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ ക്ഷമയോടുകൂടി വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. പെട്ടെന്ന് റെഡി ആവണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. ഇപ്പം ഏകദേശം നമ്മുടെ ഓയിൽ റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ അരപ്പൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഓയിൽ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോട് കൂടി തന്നെ ഇത് അരിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഒരു നനവില്ലാത്ത പാത്രത്തിലേക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു ഓയിൽ അരിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ ടിപ്പ് കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ നല്ലതാണ്. എൻ്റെ കയ്യിൽ മഞ്ഞളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. മഞ്ഞൾപ്പൊടിയല്ല കേട്ടോ, പച്ചമഞ്ഞൾ. മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കാറില്ല. പച്ചമഞ്ഞളാണ് കുറച്ചും കൂടി നല്ലത്. ഇനി ബീട്രൂട്ട് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അതിന് പകരം ക്യാരറ്റും മഞ്ഞളും മാത്രം, അല്ലെങ്കിൽ ക്യാരറ്റ് മാത്രം ഉപയോഗിച്ചും ഓയിൽ തയ്യാറാക്കാം. ഓയിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലിൽ സൂക്ഷിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, പാത്രങ്ങളിലും ബോട്ടിലിലും ഒന്നും നനവ് പാടില്ല. അങ്ങനെ വന്നാൽ ഓയിൽ പെട്ടെന്ന് കേടുവരും. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഗ്ലാസ് ബോട്ടിലാണ് ഏറ്റവും നല്ലത്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാലും മാസങ്ങളോളം കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.
ഓയിൽ ചൂടാറിയതിന് ശേഷം ഞാനൊരു ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാജിക് ഓയിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഓയിലിൻ്റെ കളറ്. ഈ ഒരു കളറിലാണ് നമുക്ക് ഓയിൽ കിട്ടുക. ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾ ചേർത്തിട്ടില്ല. മഞ്ഞൾ ചേർത്താൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറിലാണ് നമുക്ക് കിട്ടുക. പച്ചമഞ്ഞൾ ചേർക്കണം, മഞ്ഞൾപ്പൊടി ഒരിക്കലും ചേർക്കരുത്. ഇനി മഞ്ഞൾ ചേർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷേ ചില ആളുകൾക്ക് മഞ്ഞൾ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വീട്ടിൽ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 1 മാസം പ്രായമായ കുട്ടി മുതൽ 50 വയസ്സ് പ്രായമായ ആളുകൾക്ക് വരെ ഉപയോഗിക്കാം എന്നതാണ്. പിന്നെ ഈ ഒരു ഓയിലിൽ നമ്മൾ കെമിക്കലോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യത്തിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ നിങ്ങൾ പുറമേ നിന്ന് കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ തന്നെ വീട്ടിൽ നിർമ്മിക്കുന്ന ഓയിലുകളൊക്കെ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ. അതാണ് അവരുടെ സ്കിന്നിനും ആരോഗ്യത്തിനും ഒക്കെ നല്ലത്. ഇതാണ് ബാക്കി വന്ന അരപ്പ്. ഇത് കളയരുത് കേട്ടോ. ഞാൻ ഇത് ഒരു തുണിയിൽ കെട്ടിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഓയിലൊക്കെ മുഴുവനും എടുത്തിട്ടുണ്ട്. ബാക്കി വന്ന അരപ്പാണിത്. ഇത് നമുക്ക് കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. വേസ്റ്റ് ആക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു പ്രാവശ്യം ഈ ഓയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ പിന്നീട് ഇത് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അപ്പം ഇതുവരെ ഈ ഒരു ഓയിൽ ഉണ്ടാക്കി നോക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ടിപ്സുകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക്